ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഹാദേവവർമ്മ സാർ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോ മഹാദേവവർമ്മ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മല്ലിക മേഡത്തിന് എവിടെ നിന്ന് കിട്ടി ചിലങ്ക? മല്ലിക മേഡോ? അതാരാ? അപ്പൊ മല്ലിക മേഡം അല്ലേ? രാജു. സോറി മാഡം, ഞാൻ ബുക്ക് വായിച്ച് അതിൽ ഇൻവോൾവ് ആയിപ്പോയി. അല്ല, ഈ ചിലങ്ക എവിടെ നിന്ന് കിട്ടി? അകത്തൊരു റൂമിൽ നിന്ന് കിട്ടിയതാ. പണ്ടാരോ ഇതാണിഞ്ഞേ നൃത്തം ചെയ്തു കാണും. രാജു എന്തിനെങ്ങനെ പേടിക്കുന്നേ? മാഡം, ഈ കോലത്തെ ചരിത്രം ഭയങ്കര കേട്ടോ. ചില ഹിസ്റ്ററി ബുക്ക് ഞാൻ വായിച്ചു. എനിക്ക് തന്നെ പേടിയാവുക. കഷ്ടം. മാഡം, മതി രാജു, വാ, അമ്മമ്മ വിളിക്കുന്നു. വാ വാ. വളരെ ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ ഓടി നടന്ന അമ്മയാ. ഇപ്പോഴാണെങ്കിൽ മുഖത്ത് ടെൻഷൻ ഒഴിഞ്ഞ നേരമില്ല. എന്തു പറ്റി അമ്മേ? എടാ, ഋതികയെ സൂര്യമംഗലത്തേക്ക് പോകാൻ അനുവദിക്കരുതായിരുന്നു. അവളുടെ ആ പോക്ക് എങ്ങനെയും തടയണമായിരുന്നു. ഒരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നു. ഞാൻ വണ്ടി ഇടിപ്പിച്ചിട്ടാണെങ്കിലും അവരുടെ വണ്ടി തടയില്ലായിരുന്നു. എന്താ അമ്മേ പ്രശ്നം? പ്രതാപ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ? അറിയാമേ. നാളെ ചിങ്ങമാസത്തിലെ അശ്വതി, അദ്ദേഹത്തിന്റെ പിറന്നാളാ. അറിയാമേ, ഞാൻ ഓർക്കാറുണ്ട്. എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്, വഴിപാടിന് കൊടുക്കാറുമുണ്ട്. മഹാദേവവർമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് എത്ര വയസ്സാകുമെന്ന് പ്രതാപന് പറയാമോ? മഹാദേവവർമ്മ സാർ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോ മഹാദേവവർമ്മ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ 100 വയസ്സ്, ജന്മശതാബ്ദി. അതേമേ. ഞാൻ കൽക്കട്ടയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം തറവാട്ടിൽ അത്ര ഗംഭീരായിട്ട് നടന്നിട്ടില്ല. എന്നാ നാളെ എന്നത്തേക്കാളും ഗംഭീരമായി അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം നമുക്കിവിടെ നടത്തണം. വളരെ ഭംഗിയായി, ചിട്ടയോടെ. അതിനിപ്പോ എന്താമേ? നാളെ പ്രതാപന് എല്ലാ തിരക്കുകളൊന്നും മാറ്റിവെക്കണം. പിന്നെന്താ, ഞാൻ മാറ്റിവെക്കാമേ.
അവരെല്ലാരെയും കൂട്ടി നാളെ രാവിലെ തന്നെ പ്രതാപൻ ഇവിടെ എത്തണം. അദ്ദേഹത്തിന്റെ 100ാം പിറന്നാളിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടണം. വരുമല്ലോ? അതെന്ത് ചോദ്യമേ. ഞാൻ ചേച്ചിയും ശേഖരനെയും യാമിനെയും ഒക്കെ കൂട്ടി രാവിലെ തന്നെ എത്തിയേക്കാം. ശരി പ്രതാപ. ശരി. ആ, നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ. നാളെ മരിച്ചുപോയ എന്റെ ഫാദറിലൂടെ 100ാം പിറന്നാൾ ദിവസമാ. എന്നെ ഞാനാക്കിയ ഒരു വലിയ മനുഷ്യനാണ് മഹാദേവ വർമ്മ സാറ്. പഴയ ജനകീയ നേതാവ്. നാളെ പിറന്നാൾ ആഘോഷത്തിന് നമുക്ക് എല്ലാവർക്കും പോണം. തയ്യാറായിക്കൊള്ളൂ. ഞാൻ വരണോ പ്രതാപ? പിന്നെ ചേച്ചി വരണ്ടേ? എല്ലാവരും കൂടെ ചെല്ലണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞതാ. പോയേ പറ്റൂ. എന്നാ യോഗ്യതയുള്ള നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ, മഹാദേവ വർമ്മ എന്നൊരാളുടെ പേരറിയാവോന്ന്. ആ പേര് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോ നിന്റെ അമ്മ ഒരു ഉത്തരം തരും. ആ മറുപടിയുമായി നീ എന്റെ അടുത്തേക്ക് വാ. അമ്മേ, അമ്മായി പറഞ്ഞ മഹാദേവ വർമ്മ ഇതാണോ? എന്താ അമ്മേ, എന്താ പ്രശ്നം? സൂര്യമംഗലം തറവാട്ടിലേക്ക് പോകാൻ എനിക്ക് പേടിയുണ്ട് മോനെ. എന്തെന്നില്ലാത്തൊരു പേടി. അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നേ? അമ്മ അവിടുന്ന് വല്ലതും കട്ടോണ്ട് വന്നിട്ടുണ്ടോ? എന്താ അമ്മേ? മോനെ, അതൊക്കെ ഒരു പഴയ കഥയാ. എന്നോട് പറയാൻ പേടിയുണ്ടെങ്കിൽ പറയണ്ട. അങ്ങോട്ട് പോവാൻ പേടിയുണ്ടെങ്കിൽ പോവുകയും വേണ്ട. പ്രശ്നം തീർന്നില്ലേ? അതല്ലടാ, പേടിയുണ്ടെങ്കിലും എനിക്കവിടെ പോയേ പറ്റൂ. അവിടെ ചെന്നാ ഋതിക പലതും അറിയും.